Hello guys, welcome back to my YouTube channel. അപ്പോൾ ഞാൻ ഇന്ന് ഒരു മിനി വ്ളോഗ് ചുമ്മാ ഇരുന്നപ്പോൾ എനിക്ക് തോന്നി ഒരു റൂം ടൂർ ചെയ്യാം എന്ന് വിചാരിച്ച് റൂമൊക്കെ എന്തായാലും വൃത്തിയാക്കി ക്ലീൻ ആക്കി ഇട്ടതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ക്ലീൻ ആക്കണം കൂടി വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ അതെനിക്ക് എടുക്കാൻ പറ്റിയില്ല. എടുത്തതിന് ശേഷമാണ് എനിക്ക് ഓർമ്മ വന്നത് അതൊരു വീഡിയോ വ്ളോഗ് ആക്കാൻ തോന്നുന്നു. പക്ഷെ എനിക്കത് എടുക്കാൻ പറ്റിയില്ല. അപ്പം എന്തായാലും ക്ലീൻ ചെയ്യുന്നതൊക്കെ ഞാൻ വേറൊരു വ്ളോഗ് ആക്കിയിട്ട് എന്തായാലും പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് റൂം ടൂർ ചെയ്യാനാണ്. അങ്ങനെ വലുതായിട്ടെന്ന് പറയാനില്ല, സിമ്പിൾ ആൻഡ് ഹമ്പിൾ ആയിട്ടുള്ള റൂമാണ്. സോ പിന്നെ ഞങ്ങൾ അനാശിൽ കുറച്ച് പ്ലാനൊക്കെ ഉണ്ട് പറഞ്ഞു. പിന്നെ ഒരു കാർ ലവർ നിങ്ങൾക്കറിയാലോ, അപ്പം അതുകൊണ്ട് അതിൻ്റേതായൊരു മീൻസ് കാർ ലവർ ആണല്ലോ. അപ്പോൾ അവർക്ക് എന്തൊക്കെയോ കുറേ പ്ലാൻ ഉണ്ട്. പിന്നെ എനിക്കും കുറച്ച് പ്ലാൻ ഉണ്ട്. അപ്പോൾ രണ്ടാമത് പ്ലാൻ വെച്ചിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ ഓരോരോ സംഭവങ്ങൾ വാങ്ങാനും. പിന്നെ ഈ പറഞ്ഞ പോലെ സെറ്റപ്പാക്കി എടുക്കുക വരുന്നുള്ളൂ. അപ്പോൾ റാശി പിന്നെ ഞങ്ങളുടെ റൂം മുകളിലാണ്. അതുകൊണ്ട് ഞങ്ങൾ ആ റൂം അധികം റാശി കല്യാണത്തിന് മുമ്പേ ആണെന്നുണ്ടെങ്കിലും അധികം യൂസ് ചെയ്യൽ കുറവായിരുന്നു. അവൻ്റെ ക്ലോത്ത്സ് മാത്രമേ ഉണ്ടാകുന്നുള്ളൂ, ബെഡോ കട്ടിലോ ഒന്നും ഉണ്ടാകുന്നില്ല. പിന്നെ കല്യാണം ആയപ്പോഴാണ് എല്ലാം സെറ്റപ്പാക്കി എടുത്തത്. സോ അപ്പോൾ ഞാൻ വന്നല്ലേ. അപ്പം ഇനി 4 റൂമൊക്കെ സെറ്റപ്പാക്കി എടുക്കണുള്ളൂ. അപ്പോൾ ഓരോന്നായിട്ട് ഞാൻ വീഡിയോയിൽ എന്തായാലും കാണിക്കാം. ഇപ്പോൾ ഞാൻ റൂം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ റൂമിൽ എന്തൊക്കെ ഉണ്ട് ഞാൻ റൂമിൽ കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തെന്നൊക്കെയാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളതെന്നൊക്കെ ഞാൻ എന്തായാലും ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ എനിക്ക് എന്തായാലും ഇഷ്ടമാവുന്നുണ്ടോ എന്നുള്ളത് നോക്കിയിട്ട് പറയാം. പിന്നെ എന്താ പറയാനുള്ളത്, നമ്മളെ യൂട്യൂബ് ചാനലിൽ അങ്ങനെ 3K ഫാമിലി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. ആക്ച്വലി ഞാൻ വെറുതെ യൂട്യൂബ് ചാനൽ തുടങ്ങിയതാണ്. അങ്ങനെ വീഡിയോസ് ഇഷ്ടമാണ്, പക്ഷെ എങ്ങനെയാണ് ഒന്നും അറിയില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് തുടങ്ങിയെന്ന് മാത്രം. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ പിന്നെന്താ, ഇനി ഇതുപോലൊരു സപ്പോർട്ടൊക്കെ മുന്നോട്ട് വേണം, എന്നാലാണ് കൂടുതൽ വീഡിയോസ് ഇടാനും ഒക്കെ ഇൻസ്പിറേഷനൊക്കെ ഉണ്ടാവുള്ളൂ. സോ പിന്നെന്താ പറയാനുള്ളത്, പിന്നെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. പിന്നെ ഞാൻ അധികം അങ്ങനെ വലിച്ചു നീട്ടണില്ല. ഇനി നമുക്ക് റൂം ടൂറിലേക്ക് കിടക്കാം. ഇപ്പം ഞാൻ വീടിൻ്റെ മുകളിൽ തന്നെയാണ് നിൽക്കുന്നത്. മുകളിൽ പുറത്ത് സിറ്റ് ഔട്ടിൽ എന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത്. നല്ല വെളിച്ചമുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇവിടെ നിന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ഇനി നമുക്ക് വീട്ടിലേക്ക് കിടക്കാം. ഓക്കെ, ഇതാണ് ഗൈസ് ഞങ്ങളുടെ റൂം. അപ്പോൾ നമുക്ക് ഇങ്ങനെ തുറന്നോ. ഇതാണ് ഗൈസ് റൂം. മുകളിൽ താഴേക്ക് കുറേ ലൈറ്റ് ഉണ്ട് ഗൈസ്, കണ്ട. പക്ഷേ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റൂമിൽ നല്ല വെളിച്ചമാണ്. അവിടെ നല്ല വെളിച്ചം ഇങ്ങോട്ട് റൂമിലേക്ക് അടിക്കണ കാരണം കൊണ്ട് ഈ ലൈറ്റൊക്കെ എങ്ങനെയാണെന്നുള്ളത് പ്രോപ്പറായിട്ട് മനസ്സിലല്ല. അതായത് രാത്രി ഫുൾ ഇരുട്ടായിട്ട് നമ്മൾ ഈ ലൈറ്റ് ഒക്കെ ഇടുമ്പോൾ അടിപൊളിയാണ് ഗൈസ്. പിന്നെ അടിയിലൊക്കെ ലൈറ്റ് കൊടുത്തിട്ടില്ലേ, സംഭവങ്ങൾക്ക് അടിപൊളിയാണ്. രാത്രി തന്നെ കാണണം, അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ. ഇനി ഞാൻ എന്തായാലും പിന്നെ ആ ട്യൂബ് കത്തുന്നില്ല ഗൈസ്, കുറച്ച് ദിവസമായിട്ട് അടിച്ചു പോയി. അപ്പോൾ എന്തായാലും മാറ്റണം. പിന്നെ ഓൾറെഡി നമ്മൾ ആ ബൾബ് അത്രയ്ക്ക് യൂസ് ചെയ്യൽ കുറവാണ്. ഈ ബൾബാണ് കൂടുതൽ യൂസ് ചെയ്യൽ. ഐ മീൻ ഈ ലൈറ്റൊക്കെ ആണ് കൂടുതൽ യൂസ് ചെയ്യണത്. അപ്പോൾ പിന്നെ അതുമ്മേക്ക് അങ്ങനെ നോക്കിയിട്ടില്ല. പിന്നെ കുറച്ച് ദിവസമായിട്ട് ചത്ത് ഗൈസ്, അതുകൊണ്ട് പിന്നെ അങ്ങനെ. ഇനി ഞാൻ ഓരോന്നായിട്ട് എല്ലാം കാണിച്ചു തരാം. ആദ്യം തന്നെ ഡോറൂമെന്ന് തുടങ്ങും. ആദ്യം തന്നെ ഒരു കാർ. ഡോറൂമിനെ പോലെ വെറുതെ വിട്ടിട്ടില്ല ഗൈസ്. ഇതൊക്കെ റാശിയുടെ കലാവിരുദ്ധകളാണ്. ഇനിയിപ്പോൾ ഇതാ കബോർഡ് തുറക്കണോ, ലാസ്റ്റ് തുറന്നാൽ പോരെ. പിന്നെ ഇതാ എ സി പോലും ഉണ്ട് അവൻ്റെ കുറേ കലാവിരുദ്ധകൾ. ഞാൻ AC ഇപ്പോൾ ഓണാക്കിയൊക്കെയാണ് സ്വിങ്ങിലിട്ടേക്കണത്. അതിൻ്റെ അടിയിലും ഉണ്ട് ഗൈസ്, കേട്ടോ. വാണിങ്ങും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ റാശിയിലാണ് പരിപാടിയാണ് കേട്ടോ. റാശിയുടെ ഓരോ ഇനിയുണ്ട് ഒട്ടിക്കാൻ എനിക്ക് സമയം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് അവൻ ഒട്ടിക്കാത്തത്. പിന്നെ ഉണ്ടാ മേസിയുടെ ഈ ബോക്സിലും ഉണ്ട് കുറേ കലാവിരുദ്ധകൾ. കഴിഞ്ഞിട്ടില്ല, ഇനിയും ഉണ്ട് കേട്ടോ. പിന്നെ കാണിച്ചു തരാം. ഫാനും പൊട്ടിച്ച് ഭംഗി ഉണ്ടാവില്ല വേണ്ട ഫാനും പൊട്ടിച്ചില്ല ഗൈസ്. പിന്നെ ഈ കർട്ടൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രസമുള്ള എന്താ പറയുക വെളിച്ചം കിട്ടും. കാണിച്ചു തരട്ടോ, നല്ല വ്യൂ ആണ്. കാണിച്ചു തരാം കേട്ടോ. നല്ല വെളിച്ചമാണ് വ്യൂ. ഞാൻ ജനാല തുറന്നിട്ട് കാണിച്ചു തരാം.
കണ്ട നല്ല രസമാണ് ഇവിടെ നോക്കിയാൽ. രാവിലെയൊക്കെ നോക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. കറക്റ്റ് സൂര്യൻ ഉദിച്ചിങ്ങനെ നിൽക്കുമ്പോൾ നല്ല രസമാണ് കാണാൻ. കണ്ട നല്ല രസമാണ് ഇവിടെ നിന്ന് നോക്കുക. നല്ല വൈബാണ് ഗൈസ്. ഓക്കെ, പിന്നെ ദാ എൻ്റെ കുറച്ച് സാധനങ്ങളുണ്ട് ഗൈസ്. ഇതെന്താന്ന് ഞാൻ എൻ്റെ കുറച്ച് മേക്കപ്പ് സാധനങ്ങളാണ് ഇരിക്കുന്നത് മുഴുവൻ. പിന്നെ ഇത് ഫുള്ള് വാച്ചാണ്. ഇപ്പച്ചി എളിമച്ച് വരുമ്പോൾ കൊണ്ടുവന്നാണ് ഫുള്ള് വാച്ചുകൾ. ഇതോടെ ഞാൻ പെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ബ്ലാക്ക് കാസിയോൻ്റെ ഫുൾ വാച്ചാണ്. ഇനി 3-4 ഉണ്ട്, അത് താഴെയാണ്. പിന്നെ റാഷി വാങ്ങിച്ചു തന്ന കുറച്ച് വാച്ചുകളൊക്കെ ഉണ്ട്, അതൊക്കെ താഴത്തെ റൂമിലാണ്. ഞാൻ ചില സമയത്ത് അവിടുന്ന് മേക്കപ്പ് ചെയ്യാറുണ്ട്, അപ്പോൾ ഞാൻ അവിടെ വിളിക്കും, അങ്ങനെയൊന്നുമില്ല. പിന്നെ ഇതാ സിവിക്കിൻ്റെ എന്താ പറയുക കീയാണിത്. സിവിക്കിൻ്റെ കീയാണ് കണ്ടോ ഗൈസ്. പിന്നെ ഇതാ കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ ഇവിടെ ഒതുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അഡാപ്റ്റർ കുത്തണം ഈ സംഭവം. എനിക്കിതിൻ്റെ പേരറിയില്ല. ഇതിൻ്റെ പേരറിയുന്നവർ കമൻറ്റ് ബിലോ. ഓക്കെ. പിന്നെ മറിയത്തിൻ്റെ ഒരു പെർഫ്യൂമാണ്. ഇത് ഉമ്മച്ച് വരുമ്പോൾ ഞാൻ പറഞ്ഞിട്ട് കൊണ്ടുവന്നതാണ്. പിന്നെ പെർഫ്യൂം ഇത് പകുതി മുക്കാലും കഴിഞ്ഞ ദിവസം എറണാകുളത്ത് പോയപ്പോൾ ഡ്രസ്സ് പാക്ക് ചെയ്ത് ബാഗിൽ വെച്ച് അതിൻ്റെ ഇടയിൽ വെച്ച് പൊട്ടാതിരിക്കാൻ അവിടെ ഇവിടെയൊക്കെ ബാഗ് എവിടെയും വെക്കുമ്പോൾ ചിലപ്പോൾ പൊട്ടിയാലോ എന്ന് വിചാരിച്ചിട്ട് വെച്ചാണ്. പക്ഷേ പകുതി മുക്കാലും പോയി ഗൈസ്. ഇത് അടിപൊളി പെർഫ്യൂമാണ്, എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള പെർഫ്യൂമാണ്. പക്ഷെ എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മൂടി എപ്പോഴും ഭയങ്കര ലൂസാവും. അത് നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. അതെനിക്ക് ഓർമ്മ ഉണ്ടായില്ല. അങ്ങനെ നോക്കിയപ്പോൾ പകുതി മുക്കാലും പോയി. പിന്നെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ എന്തോ എടുക്കാൻ വേണ്ടി നോക്കിയപ്പോഴാണ് മുക്കാലും പോയി കിടക്കുന്നത് കണ്ടത്. ഭാഗ്യം അപ്പം തന്നെ എടുത്തത്, അല്ലെങ്കിൽ ഫുള്ളും പോയിരുന്നു. അങ്ങനെ പിന്നെ എൻ്റെ സ്കിൻ സീക്രട്ട് കുറച്ച് സാധനങ്ങൾ ഓർഡിനറീൻ്റെ ഇതൊക്കെ ഞാൻ റാശിക്ക് വാങ്ങി കൊടുത്താണ് ഗൈസ്. പിമ്പിൾസിനൊക്കെ വേണ്ടിയിട്ട് നല്ലതാണ്. അത് ആ വീഡിയോക്ക് ഞാൻ പിന്നെ ചെയ്യാം. കുറച്ച് പ്രൊഡക്ട്സും കൂടി ഉണ്ട്, ഒക്കെ താഴത്തെ റൂമിലാണ്. പിന്നെ എനിക്കെല്ലാം അങ്ങനെ സെറ്റ് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. കുറച്ചൊക്കെ ഞാൻ ആവശ്യമുള്ള മാത്രമേ ഞാനിവിടെ സെറ്റ് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഇതാ കുറച്ച് ഇതൊക്കെ ഞാനിപ്പോൾ ഇന്നലെ ഞാൻ ആക്ച്വലി വീഡിയോ എടുക്കണം എന്നൊക്കെ വെച്ചാൽ അൺബോക്സിങ് വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചു, പക്ഷെ പറ്റിയില്ല. ഇന്നലെ ഞാൻ മീഷോന്ന് പർച്ചേസ് ചെയ്തിട്ടില്ല ഇങ്ങനെ ബോക്സുകൾ, മിനി ബോക്സുകൾ കുറച്ച് സംഭവങ്ങളാണ്. അപ്പോൾ സംഭവം ഇങ്ങനെ നല്ല ക്ലീനായി വൃത്തിയായിട്ടിരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോയിൽ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് അങ്ങനെ വാങ്ങിയതാണ് ശരിക്കും പറയാൻ വെച്ചാൽ. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് എല്ലാം വൃത്തിയിൽ ഇട്ട് വയ്ക്കാമല്ലോ. ഇതൊക്കെ എനിക്ക് റിസുമ്മച്ചിയും പോയി വന്നപ്പോൾ എനിക്ക് കൊണ്ടുവന്നതാണ് ഗൈസ്. നല്ല രസമില്ല ഇങ്ങനത്തെ. പിന്നെ ഇതാ അതിൻ്റെ കളർ ചേഞ്ച് ഉള്ളത്, വേറെ കളർ ചേഞ്ച് ഉള്ളത്, അങ്ങനെ. പിന്നെ വൈപ്സ് അതൊക്കെ ഞാൻ പിന്നെ വാങ്ങിയതാണ് ഗൈസ്. ഇതുണ്ടോ കുറേ ഉണ്ട്, കുറേ സംഭവങ്ങളുണ്ട്. പിന്നെ ഇതാ ഫേസ് മസാജറൊക്കെ ഉണ്ട്. ഇത് ഫേസ് മസാജർ വേറെ ഒരെണ്ണം കൂടി ഉണ്ടാകുന്നു ഗൈസ്, പക്ഷേ നിലത്ത് കൊണ്ട് പൊട്ടിപ്പോയി. അപ്പം അതിൻ്റെ ഒരെണ്ണം മാത്രമേ ഉണ്ട്, പക്ഷേ ഒരെണ്ണം എവിടെ എടുത്ത് വെച്ചൊക്കെയാണ്, എനിക്ക് ഓർമ്മയില്ല, കറക്റ്റ് ഓർമ്മയില്ല. പിന്നെ ഇതെൻ്റെ ഗോൾഡിൻ്റെ ഒരു ബാങ്കിളുണ്ട്, ഇട്ടേക്കുന്ന ഒരു പെട്ടിയാണിത്. അപ്പം അത്രേ ഉള്ളൂ. പിന്നെ ഈ പറഞ്ഞ പോലെ കുറച്ച് പിന്നുകൾ അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെയാണുള്ളത്. അപ്പോൾ സംഭവം അത്രയൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ ഇത് AC റിമോട്ടാണ് ഗൈസ്. അങ്ങനെ പിന്നെ ഞങ്ങളത് കിടക്കേണ്ട പൂച്ചക്കുട്ടികളുടെ ബെഡ്ഷീറ്റ് ഇത് വെച്ച് കൊണ്ടുവന്നതാണ്, അവിടുന്ന് കൊണ്ടുവന്ന തന്നെയാണ്. അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. കണ്ടാ ലവ് യു, മിസ് യു, മ്യോ യു എന്തൊക്കെയാണോ. പിന്നെ ഒരു പൂച്ചക്കുട്ടി ഉണ്ട് ഗൈസ്, ഇവിടെ ഉണ്ട് കണ്ടാ. അത് കണ്ണിച്ചിരിക്കുന്ന പൂച്ചക്കുട്ടി ഇങ്ങനെയുണ്ട് ഗൈസ്, നല്ല രസമില്ലേ. ഓക്കെ, അപ്പം അങ്ങനെയാണുള്ള സംഭവങ്ങൾ. പിന്നെ എന്താ അടിയിലൊരു മാറ്റ് വിരിച്ചിട്ടുണ്ട്, നല്ല സുഖമാണ്, നടക്കാൻ നല്ല സുഖമാണ്. പിന്നെ ഇതാ അങ്ങനെ. പിന്നെ ഈ സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ റാഷിയുടെ മിന്നിത്തിളങ്ങുന്ന വാച്ചുകൾ. ആ മിന്നിത്തിളങ്ങുന്ന വാച്ച് റാഷിക്ക് വേറൊരു വാച്ചും കൂടി ഉണ്ടായിരുന്നു, ഇപ്പിച്ച് ഗിഫ്റ്റ് ചെയ്തൊരു വാച്ചായിരുന്നു. പക്ഷേ അതിവിടെ ഒരു ബോക്സിലൊക്കെ ഞാൻ വെച്ചിട്ടായിരുന്നു. പിന്നെ റാഷി ഇത് ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യണ കാരണം കൊണ്ട് താഴത്തെ റൂമിൽ വെച്ചു. അവനക്ക് ഇങ്ങനെ കയറി വരാൻ ഭയങ്കര മടി ചെയ്തുകൊണ്ട് ഗൈസ്. അത് താഴേന്ന് വെച്ചിട്ടാണ്, കല്യാണത്തിൻ്റെ പിക്കിലൊക്കെ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. അടിപൊളി വാച്ചാണ്. പിന്നെ ഇത് റാഷി ഇപ്പം കുറച്ച് മുന്നേ വാങ്ങിയതാണ്. കണ്ട ഇതെങ്ങനെയുണ്ട് ഗൈസ്, അടിപൊളിയായിട്ടില്ലേ. ഇതിൻ്റെ ഉള്ളിൽ പുലിയൊക്കെ ഉണ്ട് ഗൈസ്, കാണണ്ട പുലിയൊക്കെ ഉണ്ടാ.
പിന്നെ ഇതെൻ്റെ ഒരു ക്ലോക്കാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ വാങ്ങിയതാണ്. പക്ഷേ അതിൻ്റെ ബാറ്ററി ജസ്റ്റ് ഇന്നലെ ഇങ്ങോട്ട് കഴിഞ്ഞുള്ളൂ. ഞാൻ റാഷിനോട് പുതിയ ബാറ്ററിക്ക് മേടിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇതിപ്പോൾ വർക്ക് ചെയ്യുന്നില്ല ഗൈസ്. പിന്നെ ഇതാ ഈ കബോർഡ്. ഇതിൽ കുറച്ച് ഫോൺ കേസുകൾ, എന്താ പറയുക, പിന്നെ ഫോണിൻ്റെ കവേഴ്സ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. ഇത് ഞാൻ നമ്മൾ വീട്ടിലൊക്കെ ഡെയിലി ഫോണൊക്കെ എപ്പോഴും യൂസ് ചെയ്യുമ്പോൾ ചളി പിടിക്കുമല്ലോ. അപ്പോൾ ബ്ലാക്ക് ആകുമ്പോൾ അങ്ങനെ ചളി പിടിച്ച പെട്ടെന്ന് അറിയില്ല വിചാരിച്ചിട്ട് എറണാകുളത്ത് പോയപ്പോൾ ഞാൻ റാഷൻ കൂടി മേടിച്ചതാണ്. പക്ഷേ ഞാൻ റാഷൻ ശ്രദ്ധിച്ചില്ല. ഷോപ്പുകാരനോട് 14ൻ്റെ കേസ് വരാൻ പറഞ്ഞപ്പോൾ ആൾ 13ൻ്റെ കേസ് വന്നിട്ട് പക്ഷെ എനിക്കിത് ഇടാൻ പറ്റുന്നില്ല. പുതിയ ജസ്റ്റ് പൊട്ടിച്ചിട്ട് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇടാൻ പറ്റണില്ല, ജസ്റ്റ് ഇടാൻ പറ്റുന്നില്ല. പിന്നെ ഇപ്പോൾ ഇതാ കുറച്ച് സാധനങ്ങൾ, പിന്നെ ചാർജർ, പിന്നെ എൻ്റെ പോൺസിൻ്റെ ഒരു മോയ്സ്ചറൈസർ ഉണ്ട്. അത് ഞാൻ നൈറ്റൊക്കെ മോയ്സ്ചറൈസർ വെച്ചിട്ട് കിടക്കുക. അപ്പോൾ എനിക്ക് നീച്ച് പോകാൻ മടിയാകുമ്പോൾ ഈ കബോർഡ് കൊണ്ട് തുറക്കും, തേക്കും, അങ്ങനെ. പിന്നെ ഈ പെട്ടിയിലുള്ളൊരു സർപ്രൈസ് ഉണ്ട് കേസ്, അത് ഞാനിപ്പോൾ പറയില്ല, അത് ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം. ഓക്കെ. പിന്നെ അതൊരു പാവക്കുട്ടി. ഇങ്ങനെയുണ്ട്. ഹലോ ഗെയ്സ്. ഹലോ പറയൂ. ഇത് പറയില്ല ഗെയ്സ്, കാരണം ഇവിടെയൊക്കെ കൈ എന്താ പറയുക പിൻ ചെയ്ത് വെച്ചൊക്കെയാണ്. കിട്ടിയില്ല, കണ്ടാ കാണാണ്ടോന്ന് അറിയില്ല. അങ്ങനെ നല്ല പാവക്കുട്ടിയല്ലേ. അത് ഞാൻ ചെറിയ കുട്ടികളായാലും വന്ന് എടുത്തിട്ട് പോകുന്നത് പേടിച്ചിട്ട് കബോർഡിൻ്റെ ഉള്ളിൽ, കബോർഡല്ല ഈ ചെറിയ കബോർഡിൻ്റെ ഉള്ളിൽ എടുത്ത് വെച്ചിട്ടാണ് ഗെയ്സ്. പിന്നെ ഇതിലെന്താ, പിന്നെ കുറേ ഫോൺ കേസിൻ്റെ കവേഴ്സ്, ഫോൺ കേസുകളുണ്ട്. പിന്നെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ റാഷിയുടെ ഒരു ബെൽറ്റ്, പിന്നെ ഒരു ഫോണ്, അത് ഓണാവില്ല. iPhone 7 ആണ്, പക്ഷെ ഓണാവില്ല. കുറേ മുമ്പത്തെ ഫോണാണ്. അങ്ങനെ. പിന്നെ ഇവിടെ ആക്ച്വലി ഇവിടെ വേറെ ഒരു സംഭവം വെക്കാന്ന് വെച്ചിട്ട് എന്താ പറയുക, വയറിങ് എല്ലാം ചെയ്യാൻ വെച്ചിട്ട് വെച്ചതാണ്. പക്ഷേ പിന്നെ കല്യാണ ടൈമിൽ ചെയ്തതാണ്. പക്ഷേ പിന്നെ പെട്ടെന്ന് അതിനൊന്നും സമയം കിട്ടാത്തതുകൊണ്ട് പിന്നെ അത് അവിടെ അങ്ങനെ ഇട്ടു. നമ്മൾ കുറച്ച് വേറെ പ്ലാനൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു റൂമിൽ. ഞാനല്ല, റാശി വിചാരിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞതിനോട്. ഇനി ഇൻഷാല്ലാ സമയം പോലെ എല്ലാം സെറ്റപ്പാക്കി എടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ അതാ 3 സ്വിച്ച്. പിന്നെ അതാ എൻ്റെ കുറച്ച് കലാകൃതികൾ. ഇതൊന്നും റാശി കണ്ടിട്ടില്ല കേട്ടോ ഗൈസ്. ഇത് റാശി കണ്ടതിനെ കൊല്ലും. ഇങ്ങനെ എല്ലായിടത്തും ഉണ്ടാവും. അങ്ങനെ. പിന്നെന്താ ഞാൻ പറഞ്ഞ പോലെ അടിയിൽ ഇതാ ലൈറ്റുകളുണ്ട്. അത് നൈറ്റാണ്. അത് ഞാൻ ഒരു വേറെ വ്ളോഗിൽ ഞാൻ നൈറ്റ് വീഡിയോ എടുക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം. അല്ലെങ്കിൽ നൈറ്റ് പിക്ചർ ഉണ്ടോ നോക്കട്ടെ, എൻ്റെ അടുത്തുണ്ടെങ്കിൽ ഞാൻ ഈ വ്ളോഗിൽ എന്തായാലും ഉൾപ്പെടുത്താം. ഓക്കെ. അപ്പം അത്രയാണുള്ളൂ. അങ്ങനെതാ ഞാനിവിടെ എത്തി ഗൈസ്. ഓക്കെ. അങ്ങനെ ഇനി ഇതിൻ്റെ ഉള്ളിൽ വലിയൊരു സർപ്രൈസ് ഒളിഞ്ഞിരിക്കുന്നുണ്ട് ഗൈസ്. ഇനി വേറൊരു സംഭവമുണ്ട്. ഇതിൽ പിന്നെ റാഷിയുടെ കുറച്ച് സംഭവങ്ങളും പിന്നെ എൻ്റെ പുതിയ ഷാളുകളുണ്ട്. പിന്നെ ഡ്രസ്സിൻ്റെ കുറേ അബായസൊക്കെ ഉണ്ട്. ഒക്കെ ഞാൻ മടക്കി പെട്ടിയിലൊക്കെ എടുത്തുവെച്ച്. പിന്നെ റാഷിയുടെ കുറച്ച് ഷർട്ടുകൾ, പാൻറ്റുകൾ, അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിൽ. ഇതിന് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല, ചെറുത്ര കാണാനൊന്നുമില്ല. ഇതിൽ കണ്ടാ ആദ്യം ഇവിടെ തുടങ്ങാം. ഇവിടെ ഒരു കാറ്. ഇനി ഇത് ഫുള്ള് ഒട്ടിക്കണം എന്നെന്തോ ഉണ്ട്. പക്ഷെ മൂപ്പറാൾക്ക് സമയം കിട്ടാത്ത കാരണം കൊണ്ട് ഒട്ടിക്കാൻ പറ്റിയിട്ടില്ല. കണ്ടാ കുറേ ഉണ്ട്. ഇതാ ഇവിടെ ഉണ്ട് കാറ്. കണ്ടാ ഇനിതാ ഇവിടെ ഇങ്ങനെ കാറുകൾ ഡെയിലി വന്നു കഴിഞ്ഞാൽ കിടക്കാനായിക്കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മളെന്താ നോക്കാം, നമ്മുടെ ഫേസ് അല്ലെങ്കിൽ കിടക്ക എങ്ങനെയാണ് വിരിച്ചിട്ടുണ്ടോ അങ്ങനെയൊക്കെ നോക്കുക. പക്ഷെ മുപ്പരാളൊന്നല്ല നോക്കാം. ഡെയിലി ഫസ്റ്റ് തന്നെ വന്നു കഴിഞ്ഞാൽ ആദ്യം കാറുകൾ. ആരെങ്കിലും എൻ്റെ കാർ തൊട്ടിട്ടുണ്ടോ? ഞാൻ ഒരു ദിവസം എടുത്തിട്ട് ഇതൊന്നിങ്ങനെ തൊട്ടുനോക്കി. ഏതാണെന്ന് ഓർമ്മയില്ല, ഏതാണെന്ന് തൊട്ടുനോക്കി. കറക്റ്റ് എനിക്ക് മനസ്സിലായത്. എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, അത്രയും പെർഫെക്റ്റ് കളയില്ല. അതിന് സൈസൊക്കെ വെച്ചാൽ ഞാൻ ഇപ്പോൾ തൊട്ടില്ലേ, ഇനിയിപ്പോൾ നീങ്ങിയിട്ടിട്ട് കൈസ്. ഇനിയിപ്പോൾ എന്താണെന്ന് ചോദിക്കും ചിലപ്പോൾ ആരുടെ ഇന്ന കാലത്ത് കാർ തൊട്ടുന്നു. പിന്നെ പിള്ളേരൊന്നും ഈ റൂമിൽ പ്രത്യേകം കയറ്റരുത് പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പിള്ളേർ ഇത് കണ്ട് എടുത്തിട്ട് പോകും. അതുകൊണ്ട് ആരും കാണിച്ചിട്ടില്ല. ഇനി ഇതൊക്കെ ഷോപ്പിലേക്ക് മാറ്റണം എന്നൊക്കെ പ്ലാൻ ഉണ്ട്. അതുകൊണ്ട് റൂമിൽ സെറ്റ് ചെയ്യണമെന്നും പറയുന്നുണ്ട്. ഇവിടെ കബ് അടിച്ചിട്ട് സെറ്റ് ചെയ്യണം എന്തോ പറഞ്ഞു മൂപ്പരാൾ. എന്തായാലും നമുക്ക് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ ഞാൻ അപ്പോൾ ഇടുമ്പോൾ എന്തായാലും കാണാം. അതല്ല നമ്മുടെ ഷോപ്പിൽ സെറ്റ് ചെയ്യുന്നത് വെച്ചാൽ അപ്പോൾ അതിൻ്റെ വീഡിയോ വേറെ ആയിട്ട് കാണാം. ഓക്കെ. അപ്പോൾ തന്നെ കുറേ കാറുകളുണ്ട്, കുറേ ഉണ്ട്. പിന്നെ കുറേ ഒക്കെ വീഡിയോസ് നമ്മൾ റാഷിയുടെ യൂട്യൂബ് ചാനലിലൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. പിന്നെതാ റാഷിയിൽ കുറേ നാളായിട്ട് മിസ്സായിരുന്ന കാറ് കണ്ടുകിട്ടിയിരിക്കുന്നു ഗൈസ്. പിന്നെ ഈ ജീപ്പ്
നമ്മുടെ റാഷിയുടെ വ്ളോഗ് കണ്ടവർക്ക് കുറേ പേർക്ക് അറിയാൻ പറ്റും. നമ്മുടെ താറിലുണ്ടായിരുന്നതാണ്. താറിൽ ഈ ജീപ്പ് ഉണ്ടായിരുന്നു. ഇത് ഒട്ടിച്ച് വെച്ചേക്ക് അങ്ങനെ എന്തോ ചെയ്തൊക്കെയായിരുന്നു. എനിക്ക് കറക്റ്റ് അറിയില്ല. ഒട്ടിച്ച് വെച്ചേക്കെന്ന് തോന്നുന്നില്ല. അതിങ്ങനെ എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ അതാ നമ്മുടെ സിവിക്കിൻ്റെ പോലത്തെ വണ്ടി കിട്ടിയപ്പോൾ റെയർ പീസാണെന്ന് പറഞ്ഞപ്പോൾ അവൻ കണ്ടോ അതേപോലെ നമ്മുടെ സിവിക്കിൻ്റെ പോലെ തന്നെയല്ലേ. അങ്ങനെ ഗ്ലാസ് പൊട്ടിച്ച് കാണിച്ചുതരാം. പൊട്ടിച്ചിട്ടല്ല പൊക്കിയിട്ട് കണ്ടോ. ഇതൊക്കെ എനിക്ക് വന്ന് കിട്ടും ചിലപ്പോൾ. കണ്ടോ സിവിക്കിന് അതേപോലെ ഇല്ലേ. അതൊക്കെ മൂപ്പരാൾ സെറ്റ് ചെയ്തൊക്കെയാണ്. ഭയങ്കര പീസാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുത്തേക്കാണ്. പിന്നെ കേട്ടോ കുറേ കാഴ്ച ഉണ്ട് കേട്ടോ. പോർഷെ, ഫെറാറി, ഏതൊക്കെയോ കുറേ കാഴ്ച ഉണ്ട്. The silhouette's burning, embers rising high, like a chemical fire. The flame won't die. Intertwine, darling, you and I. കണ്ട ഗൈസ് ഗ്ലാസ് കളക്ഷൻ, കൂളിംഗ് ഗ്ലാസിൻ്റെ കളക്ഷൻസ് കുറേ ഉണ്ട്. അങ്ങനെ പിന്നെ ഇത് കുറേ സ്റ്റിക്കറുകൾ ഞാൻ പറഞ്ഞു എനിക്ക് ഇത് തരണം പറഞ്ഞപ്പോൾ തന്നില്ല ഗൈസ്. എന്നിട്ട് പിന്നെ ഇതെൻ്റെ ഫുൾ കബോർഡിൽ നിറക്കുന്നൊക്കെ പറഞ്ഞിരിക്കണം. ഞാൻ സമ്മതിച്ചില്ല. എനിക്ക് ഡ്രസ്സ് വയ്ക്കാൻ സ്ഥലം ഇടും. അപ്പം ഞാൻ സമ്മതിച്ചില്ല. അപ്പോൾ ഇതൊക്കെയാണ് അവൻ്റെ കളക്ഷൻസുകൾ. കാറ് കണ്ട ഗൈസ്. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഉള്ളിൽ വലിയ കാര്യമായിട്ട് പറയാൻ മാത്രമൊന്നുമില്ല. പിന്നെ ഇത് ഞങ്ങൾ രണ്ടാളും കൂടി ഫസ്റ്റായിട്ട് ട്രാവൽ ചെയ്തല്ലേ പറഞ്ഞിട്ട് എടുത്തു വെച്ചാണ്. ഞാൻ എടുത്തു വെച്ചാണ് ജസ്റ്റ് ഫോർ ഫണ്ണ്. ഞങ്ങൾ രണ്ടാളും ആദ്യമായിട്ട് ചെന്നൈക്കാണ് ഫസ്റ്റ് ഫ്ലൈറ്റിൽ പോയത്. സോ അപ്പോൾ ചെന്നൈ ഫസ്റ്റ് കോയമ്പത്തൂർ എന്നിട്ട് അവിടെ ചെന്നൈക്ക് പോയതാണ്. പക്ഷെ നമ്മൾ ചെന്നൈ വ്ളോഗിലുണ്ട്. അതിൻ്റെ ഫസ്റ്റ് ബോർഡിംഗ് പാസ് ഞാൻ ജസ്റ്റ് എടുത്തു വെച്ചാണ്. പിന്നെ എൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റും കൂടി ഇല്ലേ, അപ്പോൾ ഞാനത് ജസ്റ്റ് എടുത്തു വെച്ചാണ്. പിന്നെ ഇതൊക്കെ റാഷിയുടെ എന്താ പറയുക മൈക്കേണ്ട ഒരു സംഭവങ്ങൾ. പിന്നെ എന്താ എൻ്റെ കുറച്ച് ചാർജറിൻ്റെ എന്തൊക്കെ സംഭവങ്ങൾ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു ഫോണ്, മെഡിസിൻ്റെ ബോക്സ്, എന്താ അത് വേറെ ബോക്സ് എനിക്കറിയില്ല. പിന്നെ ഇതിലൊക്കെ ഞാൻ എന്തൊക്കെ ഒതുക്കി വെച്ചിട്ടുണ്ട് ഗൈസ്. ഇതിലെന്തൊക്കെയോ കുറേ കേബിളുകൾ എന്തൊക്കെ എടുക്കുന്നത് ഒതുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ എന്താ അതൊക്കെ ഒട്ടിക്കാനുള്ളതാണ് ഗൈസ്. ഒന്നും ഒട്ടിക്കാൻ സമയം കിട്ടില്ല. ഇത് ഫുള്ള് കാണണം ഗൈസ്. ഇത് ഫുള്ളുണ്ട് കണ്ടാ. ഇത് ഫുള്ള് ഒട്ടിക്കാനുള്ളതാണ്. പിന്നെ അവർക്ക് സമയം കിട്ടാത്ത അതുകൊണ്ട് നമ്മൾ ഒട്ടിച്ചിട്ടില്ല. ഈ കാർ ഉണ്ടായി ഗൈസ്. ഇതിൻ്റെ പേരറിയുന്ന കമൻറ്റ് ബിലോ. ഓക്കെ, കമൻറ്റ്. ഇത് ലേറ്റ് എത്തിയായിരുന്നു ഗൈസ്. പക്ഷേ ഇപ്പം ലേറ്റ് എത്തണില്ല. ഇത് എവിടെയോ മിസ്സായിക്കായിരുന്നു. കസിൻ്റെ വീട്ടിൽ എവിടെയായിരുന്നു ഇത്. എന്നിട്ട് ഇപ്പോൾ കിട്ടി. അപ്പം ഭയങ്കര സന്തോഷം. പക്ഷേ ഇതിങ്ങനെ ലേറ്റൊക്കെ എത്തുന്നു. തുറക്കുമ്പോൾ അങ്ങോട്ട് ലേറ്റൊക്കെ എത്തുന്നു ആശി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ കണ്ടിട്ടില്ല. ഇപ്പം ഇത് ലേറ്റ് എത്തണില്ല. ഇതെന്താ ഒതുങ്ങിയിരിക്കാത്ത. ഇപ്പം ലേറ്റ് എത്തണില്ല. പിന്നെ എന്തോ സൗണ്ടും ഉണ്ടാകുന്നു തോന്നുന്നു. എനിക്ക് കറക്റ്റ് അറിയില്ല. എനിക്ക് കാർ ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. ഇതിൻ്റെ പേര് എനിക്കറിയാം. പക്ഷെ നിങ്ങൾക്ക് അറിയുന്നവർ കമൻറ്റ് ഇല്ല. കണ്ട നൈസായിട്ടില്ലേ സീറ്റൊക്കെ ഗൈസ്. അടിപൊളി സാധനം. അടിപൊളിയില്ലേ കണ്ട. പൊളി സാധനം ബ്രോ. എനിക്ക് നല്ല ഇഷ്ടമായി. പക്ഷേ ഇതിന് എന്താ സൗണ്ടോ ലേറ്റ് ഉണ്ട്. സൗണ്ട് ഉണ്ട് തോന്നുന്നു. എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. പിന്നെ അത് കിട്ടിയത് തന്നെ എന്തോ ഭാഗ്യം എന്താണ് വരുന്നത് അങ്ങനെ. പിന്നെ അടിയത്തെ കബോർഡിൽ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കുറച്ച് ഡ്രസ്സുകൾ അങ്ങനെ സംഭവമേ എൻ്റെ ഡെയിലി വെയേഴ്സ് അങ്ങനെയൊക്കെ സംഭവങ്ങൾ. പിന്നെ താഴത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ മാരേജ് പർപ്പസ് ആയിട്ടുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ. പിന്നെ ഇപ്പച്ച് ഗിഫ്റ്റ് അതിൻ്റെ ഉള്ളിലൊരു പപ്പടി വേണ്ടി ഉണ്ട് ഗൈസ്. കണ്ട ഇതിങ്ങനെ ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടോ ഇങ്ങനെയുണ്ട് ഗൈസ്. നല്ല സുലി ക്യൂട്ട് കണ്ട. നല്ല രസമില്ലേ. നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. അങ്ങനെ പിന്നെ റാഷിയുടെ ഒരു ബാഗ്. ഇതൊക്കെ ഞാൻ കബോർഡിൽ എടുത്ത് വെച്ചേക്കാണ് ഗൈസ്. റാഷിയുടെ ഒരു ബാഗ്. പിന്നെ ഇതൊക്കെ ഗിഫ്റ്റ് കിട്ടിയതാണ്. കുറേ സംഭവങ്ങൾ ഗിഫ്റ്റ് കിട്ടിയതാണ്. ഇതൊക്കെ കുറേ ഉണ്ട്. ഒഴിവാക്കി ഒക്കെ ഒരു ബോക്സിലാക്കി ക്ലിയർ ആക്കി എടുത്ത് വെച്ച്. പിന്നെ ക്ലോക്ക്, ഇത് അടിയിട്ട് ക്ലോക്കാണ്.
പിന്നെ ഇത് ഉപ്പച്ചി എനിക്ക് കല്യാണത്തിന് ഗിഫ്റ്റ് ചെയ്തിട്ടുള്ള ബാഗ്, ഇതൊക്കെ ഷൂവിൻ്റെ ലേസ് കാണാതിരിക്കുക എപ്പോഴും കാണാണ്ടേ, അപ്പോൾ ഞാൻ അവിടെ എടുത്ത് വെച്ചാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇതൊരു മിററ് ഉണ്ടോ ഗൈസ്, ഫുൾ പൊടിയാണല്ലേ. ഇത് ഞാൻ എടുത്ത് വെച്ചാണ് ലാസ്റ്റ് മിറർ. അത് ലൈറ്റൊക്കെ എത്തും, പക്ഷേ ഇതിൽ ബാറ്ററി ഇടണം തോന്നുന്നു ഗൈസ്. അല്ലതാ നമ്മുടെ ഫോട്ടോ വെച്ച് കഴിഞ്ഞാൽ ഫോട്ടോ ഒന്നും വെച്ചിട്ടില്ല. അങ്ങനെ ഇതൊക്കെ ഗിഫ്റ്റ്, ഇത് ഫുള്ള് ഗിഫ്റ്റ് കിട്ടിയാണ് ഗൈസ്. പിന്നെ എന്താ ഇതെന്തോ ഒരു ബുക്കാണ്, കറക്റ്റ് അറിയില്ല അതൊക്കെ ഇവിടെ ഇന്നെന്നാണ്. പിന്നെ എന്താ പറയുക, ഇത് ഒരു ബോക്സ്, എങ്കിലും എന്തൊക്കെയോ സാധനങ്ങളുണ്ട് എനിക്കറിയില്ല. ഒക്കെ ഞാൻ അതുപോലെ തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ 2 ഫ്രെയിം, 2 എന്നല്ല കുറേ ഉണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ ഒക്കെ ഞാൻ ജസ്റ്റ് ഇവിടെ എടുത്ത് വെച്ച്. അപ്പം ഈ കമ്പോർഡിൽ ഇത്രേ ഉള്ളൂ. പിന്നെ കുറേ ഫ്രെയിമൊക്കെ ഞാൻ മുകളിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പിന്നെന്താ പറയുക, അത് ബോക്സുകൾ, അത് റാശിയുടെ ബ്ലോഗിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ, മറ്റേ കാഴ്സിൻ്റെ സംഭവം, കാഴ്സൊക്കെ വാങ്ങിയിട്ടുള്ള ബോക്സാണ്. അപ്പോൾ അത്രയൊക്കെയാണ് ഈ ഫുൾ കബോർഡിലുള്ളത്. പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ എൻ്റെ കുറേ അപായ സംഭവങ്ങളൊക്കെ ഞാൻ പെട്ടിലാക്കി എടുത്ത് വെച്ച് ഗൈസ്. പിന്നെ പറയാനാണെങ്കിൽ ചവിട്ടി ഇറ്റ്സ് വെരി റയർ. എന്നിട്ട് റാശി എടുക്കരുത് പറഞ്ഞിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാകുന്നതാണ്. ഞാൻ വ്ളോഗ് എടുക്കുന്നത് മാത്രം ജസ്റ്റ് എടുത്ത് ഇപ്പം ഇങ്ങോട്ട് ഇട്ടതാണ്. ഇനി റാശി വന്നാൽ ചോദിക്കും താരടി എൻ്റെ ചവിട്ടി റാശി ദുബായിൽ നിന്ന് അങ്ങോട്ട് വരുമ്പോൾ, ഇപ്പോഴല്ലേ കുറച്ച് മുമ്പേ കല്യാണത്തിനൊക്കെ മുമ്പേ പോയി വരുമ്പോൾ കൊണ്ടുവന്നതാണ്. അങ്ങനത്തെ 2 എണ്ണം ഉണ്ടാകും. ഇന്ന് വേറൊരു കാറുണ്ട്, അത് റാശി ഷോപ്പിൽ കൊണ്ടുപോയിട്ടുണ്ട്. എന്നിട്ട് പിന്നെ അത് കൊണ്ടുപോയിട്ടുണ്ട് ഇപ്പോൾ. പക്ഷേ കുറേ കസ്റ്റമേഴ്സൊക്കെ വരുമ്പോൾ ഫുൾ ചളിയാവുമെന്ന് പറഞ്ഞിട്ട് എന്തോ മടക്കി വെച്ചിട്ടാണ്. അതിന് വീട്ടിൽ കൊണ്ടുവരാനൊക്കെ പറഞ്ഞു, പക്ഷേ ഇതൊരു കൊണ്ടുവന്നിട്ടൊന്നുമില്ല. പിന്നെ ഇതാ കണ്ട നല്ല സോഫ്റ്റ് ഉണ്ട് ഗൈസ്, കണ്ട പോലെ അല്ല, നല്ല സോഫ്റ്റും ഉണ്ട്. അങ്ങനെ ഫുൾ വണ്ടിമയമാണ് ഈ റൂം ഫുള്ള്. സോ അപ്പം അത്രേ ഉള്ളൂ. പിന്നെ എവിടെ നോക്കിയാലും വണ്ടി അത്രയൊക്കെ തന്നെയാണുള്ളത്. ഇപ്പം നല്ല ലൈറ്റ് കുറച്ചൊക്കെ പോവുന്നുണ്ട്. അപ്പം നല്ല താഴേക്ക് നോക്കുമ്പോൾ കുറച്ചുകൂടി അടിപൊളിയായിട്ട് നമുക്ക് യെല്ലോ ലൈറ്റ് അടിപൊളിയായിട്ട് കാണുന്നുണ്ട്. ക്ലിയർ ആവുന്നുണ്ടോ? അടിപൊളിയായിട്ട് കാണുന്നുണ്ട് ഗൈസ്. അപ്പം എന്താ ഇത്രയൊക്കെയാണ് റൂം. ഒരു സിമ്പിൾ റൂമാണ്. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ എടുക്കുമ്പോൾ നല്ല വെളിച്ചണ്ടാൻ വേണ്ടിയിട്ട് ഈ കേട്ടൻ പൊക്കിയിട്ടാണ്, അല്ലെങ്കിൽ അങ്ങനെ പൊക്കിയിടാറൊന്നുമില്ല. ജസ്റ്റ് വീഡിയോ എടുക്കുമ്പോൾ മാത്രമേ ഞാൻ പൊക്കിയിടാറുള്ളൂ. എനിക്കിവിടെ നിൽക്കാൻ പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. കണ്ട നല്ല രസമാണ് ഇവിടെ നിൽക്കുമ്പോൾ. കണ്ടാ അയ്യോ അടിപൊളി. അപ്പോൾ നല്ല കുറച്ചുകൂടി കഴിഞ്ഞാലും നല്ല രസമുള്ളൊരു വെളിച്ചം വരും. ഐ മീൻ ഒന്നുകൂടി ഈവനിങ് ഒക്കെ ആകുമ്പോൾ നല്ല, ഇപ്പോൾ സമയം ഏകദേശം ഒരു 5:15 ആയിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴല്ല, കുറച്ചുകൂടി വൈകുന്നേരം ആകുമ്പോൾ, ഐ മീൻ എഡിറ്റ് ആവാത്തൊരു സംഭവം ഉണ്ടാവില്ല. ഐ മീൻ 6:15 ആ ഒരു ടൈമൊക്കെ ആകുമ്പോൾ നല്ല രസം. 6:15 6:30 ആകുമ്പോൾ നല്ല രസമാണ് വെളിച്ചം ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ നല്ല ഭംഗിയാണ് ഗൈസ്. അപ്പോൾ അതാ നമ്മുടെ വീഡിയോ എന്തായാലും അത്രയ്ക്കാണ് ഉള്ളത്. അപ്പോൾ എല്ലാവർക്കും റൂം ഇഷ്ടമായെന്നുള്ള കമൻറ്റ് ചെയ്യുക. പിന്നെ ഞാൻ ഇതിന് മീഷോന്ന് വാങ്ങിയിട്ടുള്ള കുറേ ബോക്സസൊക്കെ ഉണ്ട്. അതേപോലത്തെ കുറേ ചെറിയ ബോക്സുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. സോ അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ അതുപോലെ തന്നെ ഇതും കുറേ മുമ്പ് വാങ്ങിയതാണ്, പക്ഷേ ഇത് എനിക്ക് ഓർമ്മയില്ല ഗൈസ്. എന്നാലും ഞാൻ നോക്കട്ടെ. ഇത് ഞാൻ വാങ്ങിയതല്ല, റിസ് വാങ്ങിയതാണ്. അപ്പോൾ ഞാനിതിൻ്റെ ലിങ്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം. അപ്പോൾ അത്രേ ഉള്ളൂ. പിന്നെ ഇത് ഈ പൗച്ച് എന്ന് പറയണത് ഇത് നമ്മൾ പോയിട്ട് വരുമ്പോൾ വാങ്ങിയതാണ്, ദുബായി പോയിട്ട് വരുമ്പോൾ വാങ്ങിയതാണ്. അതുകൊണ്ട് പിന്നെ അതിൻ്റെ ലിങ്ക് വെച്ചിട്ട് കാര്യമില്ല ഗൈസ്. ഓക്കെ ഗൈസ്, എൻ്റെ ക്യൂട്ട് ടിപ്പൈ ഞാൻ വീടിൻ്റെ ഉള്ളിലൊക്കെ ഇട്ടെടുക്കണം ചെരുപ്പാണ് ഗൈസ്. എങ്ങനെയുണ്ട് കാണിച്ചാലും ഗൈസ്, അല്ലേ സുലി? അങ്ങനെ അപ്പോൾ വീഡിയോ അത്രേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ടൊരു റൂമാണ്. ഇനി എനിക്ക് ഓരോന്ന് ഓരോന്ന് ഡെക്കറേഷൻസ് വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ എല്ലാം ഇങ്ങനെ യൂട്യൂബിൽ അപ്ഡേറ്റ് ചെയ്യാം. പിന്നെ റൂം ഫുൾ ഡെക്കോർ ചെയ്ത് വരുന്നുള്ളൂ. കുറച്ച് ഡെക്കറേഷൻസ് ഒന്നും ഒരുപാടായിട്ടില്ല. ഇനി കുറേ പ്ലാൻസൊക്കെ ഉണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാം ഞാൻ മെല്ലെ ഓരോ സ്റ്റെപ്പായിട്ട് കൊണ്ടുവരാം. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇങ്ങനെ സജഷൻസൊക്കെ ഉണ്ട്, ഇങ്ങനെ ചെയ്ത് നോക്കുക എന്നൊക്കെ സജഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. അപ്പോൾ നമുക്ക് ട്രൈ ചെയ്ത് നോക്കിയോ, പറ്റുന്നൊക്കെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ റൂമിൽ വേറെ മിററും ചെയറും അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി വരാനുള്ളൂ. ഇൻഷാ അല്ലാഹ് ഒക്കെ നമ്മൾ വാങ്ങിയിട്ട് വെക്കും. ഇപ്പോൾ കുറച്ച് സംഭവങ്ങളൊക്കെ വാങ്ങിയിട്ടുള്ളൂ.
റൂമിലേക്ക്. ഇനി കുറച്ച് ലൈറ്റും കാര്യങ്ങളും എന്തൊക്കെയോ വെക്കാനുണ്ട്. റൂമിൻ്റെ പണി ആക്ച്വലി കുറച്ച് കഴിഞ്ഞിട്ടുള്ളൂ. കല്യാണം പ്രമാണിച്ച് കുറച്ച് ചെയ്യാൻ പറ്റുള്ളൂ. കുറച്ച് ഫാസ്റ്റിലാണ് നമ്മൾ ചെയ്തത് തന്നെ, കുറച്ച് ഫാസ്റ്റായിട്ടാണ് ചെയ്തത്. ഇനി കുറേ പണികളൊക്കെ ഉണ്ട്. ഇൻഷാല്ലാ അതൊക്കെ നമ്മൾ സൂൺ വരും. അപ്പോൾ എന്താ പറയുക, അത്രേ ഉള്ളൂ. ഇനി കൂടുതൽ പഠിച്ച് കിട്ടണമെന്നില്ല. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഇതേപോലത്തെ വീഡിയോസൊക്കെ കാണാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി ഇത്ര നാളുണ്ടാകുന്ന സപ്പോർട്ടിനെക്കാട്ടും കൂടുതൽ സപ്പോർട്ടും പിന്നെ എന്താ പറയുക, ഇത്ര നാളുണ്ടാകുന്ന സപ്പോർട്ടും അതിൽ കൂടുതലൊക്കെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം. ഇനി നമുക്ക് ഹോം ടൂറൊക്കെ ചെയ്യണമെന്നുണ്ട് ഇൻഷാല്ലാ. അപ്പോൾ നമുക്കതൊക്കെ വേറൊരു ദിവസം ചെയ്യാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ ഗായ്സ്.